പന്തീരാങ്കാവ് ഇസാഫ് ബാങ്കിന് 40 ലക്ഷം കവർച്ച ചെയ്ത കേസിൽ നിർണായക വഴിത്തിരിവ്. 39 ലക്ഷം രൂപ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. പ്രതിയുടെ വീടിന്റെ 1/2 കിലോമീറ്റർ അകലെയാണ് പോലീസ് പണം കണ്ടെത്തിയത്. വിവരങ്ങളുമായി മുഹമ്മദ് അസ്ലം ചെയ്തു. അസ്ലം, ഇതെന്താണ് സംഭവം? ജൂലൈ 11-ാം തീയതി വലിയൊരു കവർച്ച നടത്തിയിരുന്നു. പന്തീരങ്കാവ് ഇസാഫ് ബാങ്കിന്റെ ബ്രാഞ്ചിൽ നിന്നും 40 ലക്ഷം രൂപ കവർച്ച നടത്തിയ സംഭവമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഷിബിൻ ലാൽ എന്ന് പറയുന്ന ജീവനക്കാരനെയൊക്കെ കസ്റ്റഡിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബാക്കി 6 അംഗ സംഘത്തെയൊക്കെ ഇതിൽ സഹായിച്ച സംഘത്തെയൊക്കെ പിടികൂടുകയൊക്കെ ചെയ്തിരുന്നു. അതേസമയം ആ കേസിലുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് 40 ലക്ഷം രൂപ തട്ടിക്കൊണ്ടുപോയതിൽ 55,000 രൂപ മാത്രമേ പിടികൂടാൻ പറ്റിയിരുന്നുള്ളൂ. അവിടെ കയ്യിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. ബാക്കി പണം എവിടെയാണെന്നുള്ള കാര്യത്തിൽ ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. ഇങ്ങനെ പോലീസ് അന്വേഷണം തുടർന്ന് വരികയാണ്. ഈ ഷിബിൻ ലാൽ എന്ന് പറയുന്ന പ്രതി തന്നെ ഈ പണം പന്തീരങ്കാവുള്ള മറ്റൊരു വ്യക്തിയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ചില സൂചനകൾ ലഭിച്ചു. ആ പ്രതികൾ അങ്ങനെ അത്തരം കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദീകരണം ഇന്നലെ വീണ്ടും ഷിബിൻ ലാലിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോഴാണ് പന്തീരങ്കാവ് കൈപ്പാലത്തുള്ള സ്ഥലത്ത് ഈ പണം ഒളിപ്പിച്ച ചില സൂചനകൾ കിട്ടി. അല്പസമയം മുമ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തി. അവിടെ 39 ലക്ഷം രൂപ കുഴിച്ചിട്ടതായിട്ട് 35 ലക്ഷം രൂപ 39 ലക്ഷം രൂപ കുഴിച്ചിട്ടതായിട്ടുള്ള വിവരം ലഭിച്ചു. അവിടെ ഇപ്പോൾ വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോലീസ് സംഘം അവിടെയുണ്ട്. നമ്മുടെ ടീം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ അവിടെ എത്തിച്ചേരും. ഈ പണം ഈ 40 ലക്ഷം രൂപ കവർച്ച ചെയ്തതിൽ 39 ലക്ഷം രൂപ കുഴിച്ചിടുകയും 1 ലക്ഷം രൂപ മാത്രമാണ് അവർ കയ്യിൽ അത്യാവശ്യ ചെലവിന് വേണ്ടി സൂക്ഷിച്ചിരുന്നത്. ആ പണത്തിൽ 55,000 രൂപയാണ് ആ സമയത്ത് പോലീസിന് ഈ ഷിബിൻ ലാലിനെയും പിടികൂടിയപ്പോൾ കിട്ടിയിരുന്നത്. ബാക്കി പണം കിട്ടിയിരുന്നില്ല. ആ പണം എവിടെയെന്നുള്ള പോലീസിന്റെ അന്വേഷണത്തിനൊടുവിലാണ് വളരെ നിർണായകമായ ചില സൂചനകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പന്തീരങ്കാവിലുള്ള കൈമ്പാലം എന്നുള്ള സ്ഥലത്തേക്ക് പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ 39 ലക്ഷം രൂപ കുഴിച്ചിട്ടതായി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി അത് പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് തെളിവെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടീമും സലാമും അല്പസമയം തന്നെ അവിടെ എത്തിച്ചേരും. ഇത് പണം ഇത്രയും വലിയ തുക സ്ഥലത്ത് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തുക എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഈ ഷിബിൻ ലാലിനാണ് മുഖ്യപ്രതി. അയാളുമായി ബന്ധപ്പെട്ട മറ്റു സംഘാംഗങ്ങളൊക്കെ തന്നെയും പോലീസ് നേരത്തെ കണ്ടെത്തുകയും അവരുടെ ഫോൺ വിവരങ്ങളൊക്കെ തന്നെയും ശേഖരിക്കുകയും അതുമായി ബന്ധപ്പെട്ട വളരെ നിരന്തരമായ വളരെ സജീവമായ അന്വേഷണത്തിലായിരുന്നു പോലീസ് ഉള്ളത്. സിറ്റി പോലീസ് കമ്മീഷൻ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടന്നത്. പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷൻ നേതൃത്വത്തിൽ ACP സിദ്ദീഖൊക്കെ വളരെ സജീവമായി തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോയിരുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 40 ലക്ഷം രൂപ കവർച്ച ചെയ്തതിൽ 55,000 മാത്രമേ 1 ലക്ഷം രൂപയിൽ താഴെ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. എവിടെയാണ് ബാക്കി പൈസ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനകം തന്നെ നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി കാണാൻ കഴിയും. എന്തായാലും കൈമ്പാലത്ത് ഇപ്പോൾ പോലീസിൻ്റെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പണം കുഴിച്ചിട്ടാണെന്ന നിലയിൽ അവിടെ ആ സ്ഥലം എല്ലാം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് പുറത്തെടുക്കുക മാത്രമാണ് വേണ്ടിവരിക. ഷിബിൻ ലാലും അതോടൊപ്പം തന്നെ കൂട്ടുപ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൃത്യമായ ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഈ 40 ലക്ഷം രൂപയിൽ 39 ലക്ഷം രൂപ. അസിസ്റ്റന്റ് കമ്മീഷണർ സിദ്ദീഖ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സിദ്ദീഖ്, ഇവിടെ ഈ പണം കണ്ടെത്തുന്നതോടെ ഈ കേസിനൊരു കൺക്ലൂഷൻ ആവുമോ? എങ്ങനെയാണ് ഈ പണം കണ്ടെത്തിയത്? പണം ഇപ്പോ കുറ്റസമ്മതം നടത്തി എന്നുള്ളതാണ് മനസ്സിലായത്. SIയോട് കുറ്റസമ്മതം നടത്തി സ്ഥലത്തേക്ക് ചെന്ന് അവിടെ ആ ഒരു കവറ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കവറ് തുറന്ന് നോക്കാനുള്ള നടപടിയുള്ളൂ. അതിൽ ക്യാഷ് ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അനുമാനം. ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. SIയും പ്രതിയും ടീമും അവിടെ ഉണ്ട്. ബാക്കി നമ്മളത് തുറന്ന് പരിശോധിച്ച് SIയും ടീമും തുറന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയാലേ അതിൽ പൈസ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രിസംഷൻ. ആ രീതിയിലാണ് പ്രതി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലായത്. പ്രതി കാണിച്ചു എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. പ്രതി എടുത്ത് ആ സാധനം തുറന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പണം ചെലവഴിച്ചിട്ടില്ല എന്നാണോ പ്രതിയുടെ മൊഴി? 1 ലക്ഷം രൂപ നേരത്തെ ചെലവഴിച്ചിരുന്നു. 1 ലക്ഷം രൂപ എടുത്ത് ബാക്കി ക്യാഷ് നമുക്ക് കിട്ടിയിരുന്നില്ല. ആ ക്യാഷ് അതിൽ ഉണ്ടാവാനാണ് സാധ്യത. ശരി, നന്ദി. നമ്മുടെ ഒരു പ്രിസംഷനാണ്. ഞാൻ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മുടെ ഈ കവറ് കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു കൊടുത്ത് ആ കവറ് പുറത്തേക്ക് എടുത്ത് തുറന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത്രയും വരെയുള്ള വിവരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്.
ഓക്കെ, നന്ദി ACP ഇത്രയും വിവരം പങ്കുവച്ചു. അസ്ലം, ഏതാണ്ട് ഇപ്പോൾ ഈ കേസ് കൺക്ലൂഷൻ ആവും അല്ലേ? ഈ പണം കിട്ടുന്നത് പണം കിട്ടുന്നതോടുകൂടി തന്നെ ഏറെക്കുറെ കഴിയും. ഇനി ഇതിനെ ഈ പണം കൂടെ കുഴിച്ചിടാൻ വേണ്ടി മറ്റാരെങ്കിലൊക്കെ സഹായിച്ചിട്ടുണ്ടെന്നത് കൂടിയാണ് അറിയേണ്ടത്. ഇപ്പോൾ ഷിബിൻലാലാണ് പ്രധാന പ്രതി. മറ്റ് 5 പ്രതികൾ കൂടി പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ നിലവിലുണ്ട്. അറസ്റ്റിലും റിമാൻഡിലും മറ്റുമായിട്ടൊക്കെ ഉണ്ട്. ഇനി ഈ സംഭവമായി കുഴിച്ചിടാൻ ആരുടെ പറമ്പിലാണ് കുഴിച്ചിട്ടതിന് വേറെ എന്തെങ്കിലും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ കൂടി ഇതിനുശേഷം ലഭിക്കും. എന്തായാലും ഈ ഒരു പണം കിട്ടിയതോടുകൂടി കേസിന്റെ ഒരു നിർണായകമായ ഒരു ഘട്ടം കഴിഞ്ഞു. ബാക്കി ഇതിന്റെ തുടർ അന്വേഷണ നടപടികൾ മാത്രമേ ബാക്കിയുള്ളൂ. അത് പോലീസിനെ സംബന്ധിച്ചോളം വലിയ ഒരു നേട്ടമായി തന്നെ അല്പസമയത്തിനകം തന്നെ നമ്മുടെ സംഘം അവിടെ എത്തും. ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇപ്പോൾ VD സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കും.